കാര്യവട്ടം ക്യാമ്പസിൽ നടന്നതെന്ത്? കഴിഞ്ഞ കുറേ ദിവസമായി കാര്യവട്ടത്തെ ക്യാമ്പസിലെ വിഷയങ്ങളുടെ പേരിൽ SFIയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ തോതിൽ വാർത്തകൾ, വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം SFI ആണെന്ന് വരുത്തി തീർക്കാൻ വലിയ പ്രചരണമാണ് നടക്കുന്നത്. അവിടെ നടന്നത് എന്താണെന്ന വസ്തുത അന്വേഷിക്കാൻ ഒരു മാധ്യമവും ഇതുവരെ തയ്യാറായിട്ടില്ല. SFIയുടെ ഭാഗം കേൾക്കാൻ പോലും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൈരളി ന്യൂസ് അന്വേഷിക്കുകയാണ് എന്താണ് കാര്യവട്ടത്ത് സംഭവിച്ചത്. കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജോസിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ പരിക്കുകളൊന്നുമില്ല. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും സാൻജോസിന് യാതൊരു പരിക്കുകളുമില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതാണ് കാര്യവട്ടം ക്യാമ്പസിലെ KSU ആക്രമണ ദിവസം ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജോസിന്റെ പൂർണ്ണരൂപം. സംഭവം നടന്ന രാത്രി കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിൽക്കുമ്പോഴും പോലീസ് കൊണ്ടുപോകുമ്പോഴും സാൻജോസിന് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാൻജോസ് അവശനായി. പിന്നാലെയാണ് KSU അതിക്രമത്തെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കളും എത്തിയത്. സാൻജോയെ ഇടിമുറിയിലിരുത്തി 1 മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആരോപിച്ചു. നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു വിൻസെന്റ് MLA നടത്തിയ പ്രതികരണം. അഭിമന്യു എന്ന SFIക്കാരൻ സാൻജോസിന്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻജോസിന്റെ തല ഗ്രില്ലിൽ ഇടിക്കുകയാണ് സാർ. അവിടെ വെച്ച് മർദ്ദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സാൻജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം കഴിഞ്ഞപ്പോൾ സാൻജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ് സാർ. അവിടെ കൊണ്ടുവന്നിട്ട് SFIയുടെ ഇടി റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് സാർ. ഇടി മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സംഭവ ദിവസം പുറത്തു നിന്നെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി ദൃശ്യങ്ങൾ SFI തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ചില മാധ്യമങ്ങൾ അത് മറച്ചുവെച്ചായിരുന്നു വാർത്ത നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ ഈ ക്യാമ്പസിൽ ഇടിമുറിയില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. വിജിൻ, 2 ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. ഒന്ന്, ഈ നടന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം സാൻജോസ് പുറത്തു വന്ന് പോലീസ് വണ്ടിയിലിരിക്കുന്നതും കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുന്നതും. ആ 2 ദൃശ്യങ്ങളിൽ സാൻജോസിന് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായി മർദ്ദനമേറ്റ ഒരു ലക്ഷണവുമില്ലാതെയാണ് ഇരിക്കുന്നത്. നിയമസഭയിൽ വിൻസെന്റ് അടിയന്തര പ്രമേയ ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? സാൻജോസിനെ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, നെറ്റി ഗ്രില്ലിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു മർദ്ദനമേറ്റ വ്യക്തിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ രീതിയിൽ ആരോഗ്യത്തോടെ നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നീട് സാൻജോസ് അവശനാകുന്നത് എവിടെയാണ്? മെഡിക്കലിനായി കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾ എത്തുമ്പോൾ സാൻജോസിന്റെ രൂപം വളരെ വേഗത്തിൽ മാറുകയാണ്. അദ്ദേഹം അവശത അനുഭവിക്കുന്നു. തളർന്നു കിടന്ന് മർദ്ദനമേറ്റ് കിടക്കുന്നത് പോലെ രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് കഥയും തിരക്കഥയും വളരെ വ്യക്തമാണ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ വിഷയത്തെ ഏതൊക്കെ രീതിയിലാണ് SFIക്കെതിരെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നതിൻ്റെ വസ്തുതയാണ് നിലവിൽ നമ്മൾ കൊടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രധാനമായും നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് SFIക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടിമുറിയുണ്ട്. പ്രധാനമായും VCക്കും അതുപോലെ തന്നെ ചാൻസലർക്കും നൽകിയ പരാതിയിൽ കത്തിൽ VD സതീശൻ ആരോപിക്കുന്നത് ഈ സാൻജോസിൻ്റെ ബന്ധുവായ ഒരാൾ ചേർന്ന് ഹോസ്റ്റലിലെത്തിയ സാഹചര്യത്തിലാണ് ഇയാളെ വലിച്ചിഴച്ച് ഇടിമുറിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 11 മണിക്ക് വൈസ് ചാൻസലർക്ക് നൽകാനിരിക്കുന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ ബോയ്സ് ഹോസ്റ്റലിൽ ഇങ്ങനെയൊരു ഇടിമുറി ഇല്ല. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന റൂമുകൾ മാത്രമേ ആ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ ഉള്ളൂ എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SFIക്കെതിരെ ഈ വ്യാപകമായ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരുന്നത്. സാൻജോസ് ഒരു ബൈക്കിലാണ്, സാൻജോസും സുഹൃത്തും ഒരു ബൈക്കിലാണ് ഈ കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് എത്തിയത്. ആ ബൈക്ക് അവിടെയുണ്ട്. ബൈക്ക് ഉൾപ്പെടെ അടിച്ചു തകർത്തു എന്നുള്ള ആരോപണമാണ് KSUവും അതുപോലെ തന്നെ കോൺഗ്രസുമൊക്കെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ഒന്ന്, പിറ്റേന്ന് ദിവസം രാവിലെ ബൈക്ക് എടുക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് കാണാം. അതിൽ SFI പ്രവർത്തകരും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും പോലീസിനെ മുൻനിർത്തി കൃത്യമായി പറയുന്ന കാര്യം ബൈക്കിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല
എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബൈക്കെടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയോട് ഈ കാര്യങ്ങൾ എല്ലാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, ഇനി നമ്മൾ ആരെങ്കിലും ഈ പെട്രോൾ ടാങ്കിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ആരോപിക്കും. കാരണം സാൻജോസ് നല്ല അഭിനേതാവാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ നേതാവായി ഒരുപക്ഷെ സാൻജോസ് വളർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യമൊക്കെ SFI പ്രവർത്തകരും വിദ്യാർത്ഥികളും പോലീസിന് മുന്നിൽ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ, ആ ഓഡിയോ പ്ലേ ചെയ്താൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ഇത്തരത്തിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തത്. ഈ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ആ സ്റ്റോറിയിലൊക്കെ പറയുന്നത് പോലെ, ആദ്യഘട്ടത്തിൽ ഈ പുറത്ത് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ വന്ന് വിദ്യാർത്ഥികളുമായി തർക്കിക്കുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ, ആ സമയത്തുൾപ്പെടെ ഈ സാൻജോസ് എന്ന മർദ്ദനത്തിനിരയായി, ക്രൂരമായി മർദ്ദനത്തിനിരയായി അബോധാവസ്ഥയിൽ ഉണ്ടായിരുന്ന, കഴുത്തിന് ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിച്ച ആ സാൻജോസ് ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇയാളെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നിയമസഭയിലടക്കം പറഞ്ഞത് എന്താണ്? സാൻജോസിനെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു, ശ്വാസം മുട്ടിച്ചു, ഭിത്തിയിൽ ഗ്രില്ലിൽ കൊണ്ടുപോയി നെറ്റി ഇടിപ്പിച്ചു. അത്തരം മർദ്ദനമേറ്റ ഒരു വ്യക്തി ഇതേപോലെ ഉഷാറായി വന്ന് നിൽക്കുമോ? ഈ പ്രവർത്തകരുടെ ഇടയിൽ നിൽക്കുമോ? പ്രവർത്തകരോട് സംസാരിക്കുമോ? പോലീസ് വാഹനത്തിലൊക്കെ എത്ര കൂളായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം അവശനാകുന്നത് പിന്നീട് മെഡിക്കലിന് പോകുമ്പോൾ ഈ മാധ്യമങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ്. അവിടെയാണ് ഈ പറയുന്ന ഇവരുടെ ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നത്. രണ്ട് കാര്യം: ഒന്ന്, നിയമസഭയിലടക്കം തെറ്റായ വസ്തുതകൾ ഉന്നയിക്കുന്നു. മറുവശത്ത് SFIയെ കരിവാരി തയ്ക്കാൻ മനഃപൂർവ്വം ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. തീർച്ചയായും മനു, ഇതൊരു പ്രത്യേകമായി തയ്യാറാക്കിയ, കുറച്ച് കാലങ്ങളായി ഈ തിരക്കഥ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് KSUവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും. SFI ഏകപക്ഷീയമായി ക്യാമ്പസുകളിൽ അക്രമം നടത്തുന്നു എന്ന വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളോ ഒന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് മട്ടന്നൂർ PRNSS കോളേജിലെ ഒരു KSU നേതാവ്, ജില്ലാ നേതാവായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ഈ പ്രിൻസിപ്പളിനെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന ദൃശ്യങ്ങളും സംഭാഷണത്തിൻ്റെ ഓഡിയോയും ഒക്കെ പുറത്തു വന്നത്. പക്ഷേ ഇതൊരു മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കൈരളി ന്യൂസാണ് ആ വാർത്ത നൽകിയത്. ചില ഓൺലൈനുകളിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് രാഷ്ട്രീയപരമായ അവരുടെ നിലപാടുകളൊക്കെ പുറത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പക്ഷേ ഈ മാധ്യമങ്ങൾ എന്തിനാണ് SFIയെ ഇങ്ങനെ കരിവാരി തയ്ക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മനഃപൂർവ്വം കോർണർ ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുൻപിലുണ്ട്. അവർക്ക് ഈ വസ്തുതയൊന്ന് അന്വേഷിക്കാമല്ലോ. നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും വളരെ എളുപ്പം കിട്ടാവുന്നതാണ്. പക്ഷേ അതിലേക്ക് ഒന്നും പോകുന്നില്ല. SFI പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. ഒറ്റ മിനിറ്റ് വിജിൻ, ഞാൻ വരാം.